പൊക്കാനയുടെ 2024-26 കാലത്തേക്കുള്ള ടീം ലെഗസിയുടെ ഒരു മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊക്കാന വളരെ നന്നായി നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നാഷണൽ ലെവലായാലും ഇൻ്റർനാഷണൽ ലെവലായാലും പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ്. ആ സംഘടനയിലേക്കുള്ള മത്സരത്തിലുള്ള സ്ഥാനാർത്ഥികൾ ടീം ലെഗസി എന്ന ആ ഒരു ബാനറിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങളുടെ സഹകരണവും ഞങ്ങളുള്ള സപ്പോർട്ടും വോട്ടും ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ആദ്യമായിട്ട് തന്നെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഞങ്ങളുടെ ഈ ടീമിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ വി ഹാവ് ഡോക്ടേഴ്സ്, നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സ്, CPA, അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ്, അങ്ങനെ എല്ലാവരും തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. പിന്നെ ഇനി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ ടീം അംഗങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞങ്ങൾ ആരെങ്കിലും അതിന് നിങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് us. താങ്ക് യു സോ മച്ച്. നമ്മുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു മെസ്സേജ് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നീട് നേരിട്ട് വന്ന് കാണാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ട്രഷറർ കാൻഡിഡേറ്റ് രാജൻ സാമുവൽ. ചുരുക്കത്തിൽ അദ്ദേഹം രണ്ടു വാക്ക് പറയുന്നത്. ഞാൻ രാജൻ സാമുവൽ, ഫിലഡൽഫിയയിൽ നിന്ന് വരുന്നു. UP പിടിക്കുന്നവൻ ഇന്ത്യ ഭരിക്കും എന്ന് പറയുന്ന പോലെ ന്യൂയോർക്കിലെ ജനങ്ങൾ ആർ വോട്ട് ചെയ്യുന്നു അവർ പൊക്കാനയുടെ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് അത് വരാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഈ ചൈത്രയാത്ര വാഷിങ്ടണിൽ തുടങ്ങി, കാനഡയിൽ പോയി, ഷിക്കാഗോയിൽ പോയി, ഇന്നിപ്പം ന്യൂയോർക്കിൽ വന്നിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ഒരു സപ്പോർട്ടാണ് ഞാൻ കിട്ടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. നന്ദി, നമസ്കാരം. ഞാൻ അടുത്തതായിട്ട് വിളിക്കുന്നത് അസോസിയേറ്റ് സെക്രട്ടറി ബിജു ജോസ് തൂമ്പ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ ന്യൂയോർക്കിനെ ഒരു സ്നേഹവന്ദനം. നമസ്കാരം. ഞാനൊരു നല്ല പ്രാസംഗികനല്ല, പ്രസംഗം ഞാൻ പഠിച്ചിട്ടുമില്ല. ബോസ്റ്റണിൽ നിന്ന് വരുന്ന സാധാരണക്കാരനായ ഒരു കോട്ടയക്കാരൻ. ഞങ്ങളെ ഓരോരുത്തരെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടത്തിൽ ഞാൻ എന്ന ബിജു ജോസിനെയും. താങ്ക് യു വെരി മച്ച്. ടീം ലെഗസി. അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് അജു ഉമ്മൻ. ടീം ലെഗസി അണ്ടർ വൺ പൊക്കാന എന്ന ലീഡർഷിപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ദേവസി. കഴിഞ്ഞ 2 വർഷത്തെ പൊക്കാനയുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് പൊക്കാനയുടെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ സാധിച്ചു. ഈ ശക്തമായ ഈ ടീമിന് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകി, വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടത്തുന്നതാണെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. അടുത്തതായിട്ട് വുമൻസ് ഫോറം ചെയർ നിഷ. ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ്. And I hope that you will all give your valuable votes, your blessings and your prayers for all of us. So thank you again and hope to see you soon in Washington DC. അടുത്തതായിട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറായിട്ട് മത്സരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും അലക്സ് എബ്രഹാം. എൻ്റെ പേര് അലക്സ് എബ്രഹാം. നമുക്ക് അറിയാവുന്ന പൊക്കാന ഇന്ന് കേരളത്തിലെത്തിയാൽ എയർപോർട്ടിൽ ചെന്ന് പറഞ്ഞാൽ പോലും പൊക്കാന എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ചെറിയ മെസ്സേജുകൾ കഴിഞ്ഞു. ഇനിയുള്ളത് നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സാണ്. നമുക്ക് യൂത്ത് കമ്മിറ്റി മെമ്പർ സ്നേഹ തോമസ്. Good evening. My name is Sneha Thomas. I'm running for youth committee member. I hope to see you all there in Washington. Thomas Naina. Hello, ladies and gentlemen. My name is Thomas Naina. I'm from Hudson Valley Millennial Association. I'm running on the Legacy team as
and National Committee member. Short and simple, please come and vote for all of us as one. Ronnie Varghese from Philadelphia. എൻ്റെ പേര് റോണി വർഗീസ്. ഞാൻ ഡോക്ടർ കല നയിക്കുന്ന ടീം ലെഗസിയുടെ ഭാഗമായിട്ട് നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു. സണ്ണി പണിക്കർ. Please remember June 18-19. Remark your calendar. Please vote for us. ഞാൻ ജോയ് കൂടാലി പാർട്ടി ബോർഡിൽ നിന്ന് വരുന്നു. പാർട്ടിക്കാരിലെ അസോസിയേഷൻ പ്രതിനിധാനം ചെയ്ത് വരുന്നു. വാഷിംഗ്ടൺ DC-യിൽ നാഷണൽ കമ്മിറ്റി മെമ്പർ മത്സരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഡോക്ടർ നീന ഈപ്പൻ ഫ്രം വാഷിംഗ്ടൺ DC. എനിക്ക് ഇവിടെയുള്ള നിങ്ങളെ എല്ലാവരെയും കാണുമ്പോഴാണ് എന്താണ് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ ഒക്കുന്നത്. And I want to ask your vote, your support. Thank you. And Shaimi Jacob, National Committee. Thank you. അടുത്തിട്ട് റോബർട്ട് അരീച്ചർ. നിങ്ങൾ തീർച്ചയായും വിജയിപ്പിക്കേണ്ട ടീമാണ് ഡോക്ടർ കലാശേഖരൻ. പാടിയത് പൊരുളുകൾ പാഴായി. റെജി വർഗീസ്, ന്യൂയോർക്ക് മെട്രോ റീജിയൻ്റെ ലെഗസി ടീമിൽ RVP ആയിട്ട് മത്സരിക്കുന്നു. ഈ ടീമിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ വോട്ട്, വിലയേറിയ വോട്ട് ഈ ടീമിലുള്ള എല്ലാവർക്കും കൊടുത്ത് വിജയിപ്പിക്കണം. ഫൊക്കാനയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ വിനോദ് KRK. ഫൊക്കാനയുടെ ഒരു നെടുന്തൂണായിരുന്നു ഡോക്ടർ കലാഷാഹി എന്ന് പറയുക ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. You have to take the delegates whom you think you are going to vote, take them to Washington and please make them that they will vote for you. So that is one of the primary importance. You have to give a primary importance to that. With that note, I would like to congratulate Team Legacy and wish you the very best. Thank you. ജോർജ് ജോസഫ് ഈ മലയാളിയെ രണ്ടു വാക്കും സംസാരിക്കുന്നു. അടുത്ത മാസം ഈ തീയതി ആകുമ്പോഴത്തേക്ക് പുതിയൊരു പ്രസിഡന്റ് ഫൊക്കാനായി ഉണ്ടായിരിക്കും. അപ്പൊ അത് കലാഷാഹി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കലാഷാഹി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഈ വർഷം നിങ്ങൾ ചെന്നൈയിലും ഡൽഹിയിലും അവിടെയൊക്കെ പോയി ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി എന്നുള്ളത് കേട്ടു. ഈ ഫൊക്കാന അമേരിക്കയിലുള്ള ഓർഗനൈസേഷൻ്റെ ഒരു സംഘടനയാണ്. ഇത് ആഗോളവൽക്കരിക്കാനുള്ള ഒരു സാധ്യതയാണോ, ചാൻസ് ആണോ, അതിനുള്ള ഏതെങ്കിലും ഒരു Thank you. That was a nice question. First, Focana International. അത് ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, ന്യൂഡൽഹി, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ ആഗോളവൽക്കരിക്കുക എന്നുള്ളതാണ്. വന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.